ഇന്ത്യയുടെ തന്ത്രപ്രധാന തീരദേശ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന പൈതൃക നഗരമായ കൽബയുടെ മുഖച്ഛായ മാറുന്നു. BC 4 സഹസ്രാബ്ദം മുതലുള്ള മനുഷ്യ സംസ്കാരത്തിന് ശേഷിപ്പുകൾ കണ്ടെത്തിയ കൽബ പ്രദേശം സമുദ്രപോരാളികളായ അൽ ഖാസിമി വംശത്തിന്റെ അധീനതയിലായിരുന്നു. പേർഷ്യൻ ഗൾഫിലേക്കും ഒമാൻ ഉൾക്കടലിലേക്കുമുള്ള പ്രവേശന കവാടമായി ഉപയോഗിക്കുന്നതിനായി 16-ാം നൂറ്റാണ്ടിൽ അധിനിവേശ പോർച്ചുഗീസുകാർ പിടിച്ചടക്കിയ ഈ പട്ടണം ഗല്ലാഹ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിലേക്കുള്ള വ്യാപാര തുറമുഖമായി കൽബയെ ഉപയോഗിച്ചിരുന്നു. നിലവിൽ കൽബ ഷാർജ എമിറേറ്റിന്റെ ഭാഗമാണ്. ഷാർജയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തീരദേശ പട്ടണം കണ്ടൽക്കാടുകളും മലകളും താഴ്വരകളാലും സമൃദ്ധമാണ്. കൽബയുടെ പ്രകൃതിയും പരിസ്ഥിതിയും ചരിത്രവും സംരക്ഷിച്ചുകൊണ്ടുള്ള ബൃഹത്തായ പുതിയ പദ്ധതികൾ ഷാർജ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൽബ ഗേറ്റ് എന്ന പേരിലുള്ള പദ്ധതിയിൽ പ്രദേശത്തിന്റെ ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാടൻ പാട്ടുകൾ ഉൾപ്പെടുന്ന പുതിയ മ്യൂസിയം സ്ഥാപിക്കും. പ്രളയത്തിൽ തകർന്ന ഗോർ കൽബ കോട്ടയ്ക്ക് ചുറ്റുമുള്ള പാർക്ക് നവീകരിക്കും. കൽബയ്ക്കായി ഒരു പരിസ്ഥിതി, പുരാവസ്തു, പൈതൃക ടൂറിസം പരിപാടിയും ഷെയ്ഖ് സുൽത്താൻ പ്രഖ്യാപിച്ചു. പൂന്തോട്ടങ്ങളെ അൽ ഹെവയ്യ തടാകവുമായി ബന്ധിപ്പിക്കുന്ന പാത നിർമ്മിക്കും. സഞ്ചാരികൾക്ക് സുരക്ഷിതമായി നടക്കാൻ നടപ്പാതയ്ക്ക് ഇരുവശവും റെയിലിംഗ് സ്ഥാപിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 850 മീറ്റർ ഉയരത്തിൽ ചന്ദ്രന്റെ ആകൃതിയിലുള്ള ഒരു നിർമ്മിതിയും ഈ പദ്ധതിക്ക് മാറ്റുകൂട്ടും. 2 നിലകളുള്ള ഇവിടെ നിന്നും പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും തീരത്തിന്റെയും മനോഹരമായ കാഴ്ചകളായിരിക്കും. 1-ാം നിലയിൽ റെസ്റ്റോറന്റ്, ഓപ്പൺ കഫേ, വായനാമുറി എന്നിവ ഉണ്ടായിരിക്കും. ഒലിവ്, മാതളനാരകം, മുന്തിരി, ആപ്പിൾ എന്നിവയുൾപ്പെടെ 4500-ലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിനാൽ മലകളും താഴ്വരകളും ഹരിതാപമായ കാഴ്ച സമ്മാനിക്കും. കൽബ ക്ലബിനായി സമുദ്രനിരപ്പിൽ നിന്ന് 850 അടി ഉയരത്തിൽ മലമുകളിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുന്ന പദ്ധതിയും പുരോഗമിക്കുകയാണ്. മലമുകളിലെ സ്റ്റേഡിയം UAE-ക്ക് പുതിയ അനുഭവമായിരിക്കും. കൽബ ഗേറ്റ് പൂർത്തിയാകുന്നതോടെ ഇവിടം UAE-യുടെ കിഴക്കൻ തീരദേശത്തെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി മാറും. കൽബയുടെ ചരിത്രവും പാരമ്പര്യവും പൈതൃകവും കൂടുതൽ ആളുകളിലേക്ക് കൈമാറ്റപ്പെടാൻ പദ്ധതി വഴിയൊരുക്കും.